പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, തളർവാദം അനേകരെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ അപര്യാപ്തരാക്കുന്നു. എന്നാൽ വചനം അനേകരെ സൗഖ്യപ്പെടുത്തുന്നതും കാണുന്നുണ്ട്. വിശുദ്ധ അന്തോനീസ് ഇറ്റലിയിൽ വചന പ്രഘോഷണം നടത്തുന്ന കാലഘട്ടം. ആധുനികവാദികൾ അദ്ദേഹത്തെ എതിർത്തുമിരുന്നു. ഒരിക്കൽ പ്രസംഗവേദിയിലേക്ക് പാദ്രോ വാനി എന്ന തളർവാദ രോഗിണിയായ പെൺകുട്ടിയെയും കൊണ്ട് ഒരാധുനികവാദി എത്തി ചോദിച്ചു, താങ്കൾ പ്രസംഗിക്കുന്ന കാരുണ്യവാനായ ദൈവം എന്തിന് ഈ പെൺകുട്ടിക്ക് ഈ കഷ്ടതകൾ വരുത്തി? വിശുദ്ധ അന്തോനീസ് മറുപടി നൽകി, ഇത് കഷ്ടതയല്ല, ഇതൊരടയാളമാണ്. അനേകർ സത്യം ഗ്രഹിക്കേണ്ടതിന് ഇവളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. തുടർന്ന് വിശുദ്ധ അന്തോനീസ് പെൺകുട്ടിയുടെ അടുത്തെത്തി ഇരു കൈകളും ഉയർത്തി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അവൾ സൗഖ്യം പ്രാപിച്ച് നടന്നാണ് വീട്ടിലേക്ക് പോയത്. സ്നേഹമുള്ളവരെ, വചനം ശ്രവിക്കാനും വചനം ഉരുവിടാനും വചനം ധ്യാനിക്കാനും വചനത്തിൻ്റെ കൃപ നേടിയെടുക്കാനും ഈ സന്ദേശം നമ്മെ സഹായിക്കട്ടെ. വചനം സൗഖ്യദായകമാണ്, അനുഗ്രഹപ്രദമാണ്. ഇത് ശ്രവിക്കുന്ന എല്ലാവരിലും വചന അഭിഷേകം നിറയാൻ വേണ്ടി എളിയദാസി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ ഒരു ദിനമായി ഇന്നേ ദിവസം മാറ്റപ്പെടട്ടെ. നന്ദി.